പാട്ടിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ ആധികാരികമായിട്ട് സംസാരിക്കാൻ നമുക്ക് ആ ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ ശ്രീ ജോൺസൺ ഇന്ന് സംഗീത സമാഗമത്തിൻ്റെ വേദിയിലെത്തിയിട്ടുണ്ട്. ക്ഷണിക്കാം നമുക്ക് ശ്രീ ജോൺസൺ. കിരീടത്തിൻ്റെ ശില്പികൾ അങ്ങനെ വീണ്ടും ഒന്ന് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സിനിമയെപ്പറ്റി പറഞ്ഞു, സിനിമയുടെ ഒരു തുടക്കം എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റിയെല്ലാം പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ പാട്ടുകളിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലോഹിയേട്ടൻ പറയായിരുന്നു, ജോൺസൺ ചിലപ്പോൾ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ള പാട്ട് അതിനേക്കാൾ നല്ല പാട്ട് ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല പാട്ട് ഇനിയും ഉണ്ടാക്കുമായിരിക്കും. പക്ഷേ നമുക്ക് ആവശ്യം അവിടെ ആ സിറ്റുവേഷനെ പറ്റിയ ആ ഒരു ട്യൂണാണ് നമുക്ക് വേണ്ടത്. അത് എങ്ങനെയാണ് ആ തിരിച്ചറിവുണ്ടാകുന്നത്? അത് വളരെ കറക്റ്റാണ്. അപ്പം എൻ്റെ ഒരു ആസ് എ മ്യൂസിക് ഡയറക്ടർ എൻ്റെ ഒരു വർക്കിംഗ് മെത്തേഡിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്മിറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ആ കഥ കേൾക്കുക എന്നുള്ളതാണ്. വളരെ വിസ്തരിച്ചല്ലെങ്കിലും ഒരു നട്ട്ഷെൽ. ഇപ്പോൾ ലോഹിയൊക്കെ പറഞ്ഞാൽ എനിക്ക് എളുപ്പം പിടികിട്ടും. ലോഹി സിബി പറഞ്ഞാലും അല്ലാതൊരു വേവ് ലെങ്ത്തിനോട് കാര്യം. അതെ അതെ. അപ്പോൾ ഒരുപാട് പറയണ്ട. പക്ഷെ എന്നാലും ഓവറോൾ കാര്യങ്ങൾ കിട്ടും. അതിൽ നിന്ന് തന്നെ ഏകദേശം അതിൻ്റെ പശ്ചാത്തലവും കഥാപാത്രങ്ങളും കിട്ടും എനിക്ക്. കിരീടത്തിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ജോൺസണോട് പറഞ്ഞത് എങ്ങനെയായിരുന്നു ഈ സിറ്റുവേഷൻ? നമ്മൾ രണ്ടാമത് കിരീടത്തിൽ നമുക്ക് അല്ല, കിരീടത്തിൽ ആക്ച്വലി 2 സിറ്റുവേഷൻസ് ഉണ്ട് നമുക്ക്. അതെ, പടത്തിലൊരു പാട്ടേ ഉള്ളെങ്കിലും 2 പാട്ടുണ്ടായിരുന്നു. സിനിമയുടെ തിരക്കഥയിൽ ശരിക്കും 2 പാട്ടുണ്ട്. ശരി. അപ്പോൾ ഒരു പാട്ട് നമ്മൾ പിന്നീട് ഒഴിവാക്കേണ്ടി വന്നു. നമ്മൾ ആദ്യം അറ്റംപ്റ്റ് ചെയ്തത് ഈ സേതുമാധവൻ്റെയും പാർവതിയുടെ ക്യാരക്ടറിൻ്റെയും ദേവിയും ഈ സേതുമാധവനും പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം ഒന്നും നമ്മളെ പടങ്ങളിൽ പലപ്പോഴും ഈ പ്രണയ രംഗങ്ങൾ ഉണ്ടാവാറില്ല. ഈ സോ കോൾഡ് പ്രണയ രംഗങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ കഥകളിൽ ഇപ്പോൾ ഒരിക്കലും ഈ ഇയാൾ ഐ ലവ് യു എന്ന് പറയില്ല എൻ്റെ സിനിമയിൽ. അങ്ങനെയല്ല കൺസീവ് ചെയ്തത്. നമ്മളൊരു ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ഫോക്ക് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ. അല്ല, അത് മാത്രമല്ല, ഒരിക്കലും ഒരാളും ഒരു കാമുകനോട് ഐ ലവ് യു എന്ന് റിയൽ ലവ് ഉണ്ടി പറയാൻ പറ്റില്ല. അത് അനുഭവിക്കുക പരസ്പരം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിത് ഈ പ്രണയം എന്ന് ഉറപ്പിച്ച് ആളുകളിലേക്ക് പകരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇവർ തമ്മിലൊരു പ്രണയ രംഗം, ഒരു പ്രണയ ഗാനം. തിരക്കഥയിൽ ആ സിറ്റുവേഷൻ വരുന്നത് ഇവർ രണ്ടുപേരും കൂടെ ഇവരുടെ കല്യാണാലോചന തിലകൻ ചേട്ടൻ്റെയും ചങ്ങരാടി ചേട്ടനും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ജനലിന് അപ്പുറത്ത് അവരുടെ ജനലിൽ മറിഞ്ഞ് നിന്നിട്ട് പാർവതി എല്ലാവരും കേൾക്കുകയും പാർവതി അത് കടന്നു വരുമ്പം അവർ തമ്മിൽ ഹഗ് ചെയ്യും. അത് കണ്ടിട്ട് മുത്തശ്ശി കണ്ടിട്ട് ഇങ്ങോട്ട് വാടാതെ കട്ട് തിന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ഓടിപ്പോകുന്നില്ല. ആ ഓടിപ്പോകുന്ന സീൻ കഴിഞ്ഞാലാണ് ആ പാട്ടിലേക്ക് എക്സ്റ്റൻഷൻ ഔട്ട്ഡോറാണ് ഉദ്ദേശിച്ചത്. ഔട്ട്ഡോറാണ്. അതായത് നമ്മളൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു വളരെ റിഥമിക് ആയിട്ടുള്ളൊരു, അല്ലാണ്ട് സോ കോൾഡ് പാരിജാതം അങ്ങനത്തെ ലവ് സോങ് അല്ല. അത് റെക്കോർഡ് ചെയ്തു ആ സിറ്റുവേഷൻ അതാണ് കണ്ണീർ പൂവായത്. ഷൂട്ട് ചെയ്തു. പിന്നീട് സമയക്കുറവ് മൂലം അത് പാട്ട് ചിത്രീകരണം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ അത് ഒഴിവാക്കി എന്നുള്ളതാണ്. ശരിക്കും ആ പാട്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പ്രണയത്തിൻ്റെയും വേർപാടിൻ്റെയൊക്കെ കുറച്ചും കൂടെ ആഴമുണ്ടാകുമായിരുന്നു. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ള ട്യൂൺ ശരിക്കും ആദ്യം ഉണ്ടാക്കിയത് ഈ ആദ്യത്തെ പ്രണയത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ആ ട്യൂണിൻ്റെ ഒരു ബേസ് അങ്ങനെയാണ്, കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട്. പക്ഷെ അത് വേറൊരു മൂഡിലാണ് ഞാൻ കൺസീവ് ചെയ്തും പാടി കേൾപ്പിച്ചത്. സംഗതി കണ്ണീർ പൂവ് തന്നെ 2 നോട്ട് അതിലങ്ങ് മാറ്റിയിട്ട് അത് ചെണ്ടയുടെ ഒരു ദ്രുത താളത്തിലും ഞാൻ പറഞ്ഞു നമുക്കൊരു ഡിഫറൻസ് നോക്കാമെന്ന് വെച്ചു. തന്നാ തന്നാന താനിത്തനാനി താനീന തന്നാനി തദാനദാനി താനാന താന തന്നാന താന തനനീന താനി താന തന്നാന താരീതി. അതിലൊരു നോട്ട് വ്യത്യാസമുണ്ട്. തന്നാനത്തീനാന. അപ്പോൾ അങ്ങനെ ഒരു വളരെ റസ്റ്റിക് ആയിട്ടുള്ളൊരു ഫോക്കാണ്, ഒരു ഫോക്ക് പോലെയാണ് നമ്മൾ ട്യൂൺ ചെയ്തത്. അപ്പോൾ ഈ കക്ഷി ചിലപ്പോൾ നമ്മളെ കൊടുക്കും. എവിടെ കൊടുക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ കേട്ടോണ്ട് പറഞ്ഞ് നിങ്ങളതൊന്ന് സ്ലോ ആയി പഠിക്കും. സ്ലോ ആയി പാടിയെന്ന് ഞാൻ കൺസീവ് ചെയ്ത വളരെ ചെണ്ടയുടെ താളത്തിൽ വളരെ ഒച്ചപ്പാടുള്ളൊരു സോങ്ങാണ് എൻ്റെ മനസ്സിൽ. ഇത് ഞാനങ്ങനെ സ്ലോ ആയി പാടും. ഞാൻ സ്ലോ ആയി പാടുകയെന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കണത് എന്താണെന്ന് പറയാം. എന്നല്ലേ
പാടാൻ പറയും. ജസ്റ്റ് പാട് ഞാൻ മനസ്സിലോടെ താനാ താനാനി താനീന താനി തന്നാന തന്നാരീരീരീരീ. ഇതാണ് നമ്മുടെ പാട്ട്. സെക്കൻഡ് സിറ്റുവേഷൻ. ഇത് സെക്കൻഡ് സിറ്റുവേഷനിലെ പാട്ടെന്ന് ഉറപ്പിക്കാം. അപ്പോൾ അത്രേ ആയിട്ടുള്ളൂ. ആസ് എ സോങ് അപ്പോൾ അത്രേ ആയിട്ടുള്ളൂ. പിന്നീട് നമ്മൾ ആ മേജർ നോട്ടൊക്കെ എടുത്ത് മാറ്റി അപ്പോഴും ലൈനായിട്ടില്ല. ഇപ്പം ഇതാണ് ഉദ്ദേശം എന്ന് മനസ്സിലായി. ഇപ്പം ഞാൻ റെൻഡർ ചെയ്യുന്ന മൂടൊക്കെ മാറും. താനാ താനാന താനീനി നാരി നാരീരീരീ തനാനീനി താനി താനാന നീന തരനീന താന താരീരിരീരീരീ നാരീ തന്നാന താരീരി നാനി. അപ്പോൾ അതിൽ താനാന താനീന നാനി ആ നോട്ടങ്ങ് മാറും. താനാനി നാരീ